കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നും നമുക്ക് ഡീൽ ചെയ്യാനുള്ള കഴിവില്ല, വിട്. ടൈം വേസ്റ്റ് ആണ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് റീസൺ ഓഫ് കോഴ്സ് ആൾ കട്ട ഉഴപ്പായിരുന്നു. ഫോൺ വാങ്ങി തന്ന എല്ലാ ഉഴപ്പും തീരുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഫോൺ വാങ്ങിക്കൊടുത്തു, യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ഫസ്റ്റ് വൺ. സെക്കൻഡ് തിങ്, കട്ട ആൽക്കഹോളിക് ആയിരുന്നു. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ല, ഓർമ്മയും ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു, ഓർമ്മയില്ലെന്ന് പറയപ്പെടുന്നു. തേർഡ് വൺ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ മോശമാണ്. പുള്ളിയെക്കുറിച്ച് പല സ്ഥലത്തും ഇങ്ങനെ പൈസയുടെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചു. ഞങ്ങൾ കൊടുത്ത കാശ് തന്നെ തിരിച്ചു വയ്ക്കുമ്പോഴേക്കും ആളുടെ സ്വഭാവം മാറുന്നുണ്ട്. അതെ. അപ്പോൾ അത് സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അപ്പം ആൽക്കഹോൾ ഇതെല്ലാം പറഞ്ഞതാ. അപ്പോൾ ആൽക്കഹോളിന്റെ താഴെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നെ എന്തായാലും ഓൺ ദ വേ അതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആമസോൺ പ്രൈമിന്റെ പേരും പറഞ്ഞ് കുറെ കള്ളത്തരം കാണിച്ചായിരുന്നു. പിന്നെന്താണ്, സാലി ചേച്ചിയുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. സാലി ചേച്ചിയെ കുടിച്ച് ഓഫായിട്ട് സാലി ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് സാലി ചേച്ചിയുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. ഇപ്പം നിങ്ങൾ കേട്ടത് ഗൗരി ലക്ഷ്മി പറയുന്നത് അനന്തു, അതായത് ഡ്രേക്കിനെ പറ്റി, ഡോക്ടർ ഡ്രേക്കിനെ പറ്റിയാണ് പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് ഡോക്ടർ ഡ്രേക്ക് ഇപ്പം ഭയങ്കരമായിട്ട് എയറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നത്. ഡ്രേക്ക് അന്ന് ഗൗരി ലക്ഷ്മിയായിട്ടൊരു ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു 4 വർഷം മുമ്പ്. അത് കുറേയധികം പേർക്കൊക്കെ അറിയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ലൈവിൽ ഗൗരി ലക്ഷ്മി വന്ന് ഡോക്ടർ ഡ്രേക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഭയങ്കരമായിട്ട് കുടിയും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത തന്നെ കാശ് തിരിച്ച് ചോദിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് കലിപ്പാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഗൗരി ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ പിന്നെയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഡ്രേക്ക് ഇപ്പോൾ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. കുറേയധികം ആരോപണങ്ങൾ ഡ്രേക്കിനെതിരെ വരുന്നുണ്ട്. ഇതുവരെ അതിനെയൊന്നും പ്രതികരിക്കാതെ തന്നെ ഡ്രേക്ക് ഇരിക്കുകയാണ്. ഇനി ചിലപ്പോൾ ഉടനെ തന്നെ എന്താണ് ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രേക്ക് ഉടനെ പ്രതികരിച്ചേക്കാം.